കുട്ടി അബോധാവസ്ഥയിലാവുകയാണ് ചെയ്യുന്നത്. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേര് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒന്നാണോ ഇത്? ആ അമ്മ കരളലിയിക്കുന്ന വേദനയോട് കൂടിയിട്ടാണ് അമ്മ പറയുന്നത്. ദിവസത്തിൽ 17ഓളം പേര് ഉപയോഗിക്കേണ്ടി വരുന്ന പെൺകുട്ടിയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി. ഞാൻ ആമിന ഷമീർ എന്ന് വളരെ വേദനാജനകമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. വളരെ വിഷമം തോന്നിയ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളിലൂടെ ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തി അവരുടെ കണ്ണൊന്ന് തുറക്കാൻ ഇത് ഉപയുക്തമാകണം. ഒരു പെൺകുട്ടി 10-16 വയസ്സോ പ്രായമായത് 6 വർഷക്കാലമായിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന തീവ്ര വേദനയും ശക്തമായ വേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു മാസത്തിൽ 5-6 ദിവസം മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാകുമ്പോഴേക്കും ഡിപ്രഷൻ വരെ ആകുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സമയത്ത് ദിവസത്തിൽ 17ഓളം പേര് ഉപയോഗിക്കേണ്ടി വരുന്ന പെൺകുട്ടിയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്. ബ്ലഡ് സെല്ലുകൾ പൊട്ടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കുക. ആ ബ്ലീഡിങ് വന്ന് വയറിൽ അടിഞ്ഞുകൂടുക, എന്നിട്ടത് മെൻസസിന്റെ രൂപേണ പുറത്തേക്ക് വമിക്കുക. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? സത്യമായ ഒരു പരീക്ഷയ്ക്ക് പോലും, അതായത് 10ാം തരം പരീക്ഷ എഴുതാൻ പോലും കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് ആ കുട്ടി പരീക്ഷ എഴുതാൻ പോയെന്ന് പറഞ്ഞത്. 6 വർഷക്കാലം ഇത് നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് 1 മാസമോ 2 മാസമോ ഒന്നുമല്ല, 6 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുട്ടിയുടെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കൊറോണ ഒരാൾക്ക് വന്നു അല്ലെ 2 പേർക്ക് വന്നു, ആളുകൾ കൂടിയപ്പോഴല്ലേ അവരെന്റെ വാക്സിൻ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞ പോലെ ഇത് ഇനി അടുത്ത ആളിന് വന്നിരണോന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് വരില്ല. ഞങ്ങൾ പറയുന്ന ഈ വന്നത് ആർക്കും ഒരാൾക്ക് പോലും ഇനി വരരുത് എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുക, അല്ലെ? അത് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. ഈ പാരമ്പര്യം എന്നാണ് ഇല്ലാതാകുക? നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ? പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിവാദമായി മാറണം. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. ഇതിനൊക്കെ എതിരായിട്ട് എന്താണ് നമ്മുടെ അധികാരികളുടെ കണ്ണെന്ന് തുറക്കുക. കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അമ്മ വളരെ ദയനീയമായിട്ട് ഗവൺമെന്റിനോട് കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതെന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. 10ന്റെ എക്സാമിന്റെ അന്ന് കാലത്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, എക്സാം എഴുതി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോയി. ഒരു സ്ക്രൈബിനെ ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ തന്നില്ല. അവർ പറഞ്ഞ് ഈ ഒരു അസുഖത്തിന് സ്ക്രൈബിനെ തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അന്നൊക്കെ കുഞ്ഞിനെ പിടിച്ച് പേന പിടിച്ച് എഴുതാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് പേന പിടിച്ച് എഴുതാൻ പറ്റത്തില്ല. അവളുടെ ശരീരം ഫുള്ളെ വിറയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മാസം കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഇറങ്ങും. അവർ പറയുന്ന ഇത് ഡിസബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അപ്പൊ അവൾ ഇനി +1 കൊണ്ട് പഠിത്തം നിർത്തണമെന്നാണോ പറയുന്നത്? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് അനുവദിക്കപ്പെടുകയൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ജവഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കുടുംബം അനുഭവിക്കുന്ന ഈ വേദന ആരോടാണ് അവർ പറയുന്നത്? നമ്മുടെ സർക്കാരിന് തന്നെയല്ലേ അത് നിവർത്തിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് തന്നെയല്ലേ ഇത് എത്തേണ്ടത്? നമുക്ക് നല്ലൊരു ആരോഗ്യമന്ത്രിയുണ്ട്, നല്ല ഭരണകർത്താക്കളുണ്ട്, അതിൻ്റെ പുറമെ നമുക്ക് നല്ലൊരു മെഡിക്കൽ വിഭാഗമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ അനുഭവിക്കപ്പെടുന്ന അവസ്ഥ ശോചനീയം തന്നെയാണ്. അത്രേ പറയാനുള്ളൂ. കാരണം കൊറോണ എന്ന ഒരു മഹാമാരി വന്ന് വിട്ടു അല്ലേ? ഒരാളിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് പകർന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ ഒരു പെൺകുട്ടി, ഇതൊരു പകർച്ചവ്യാധി അല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നും ഇത് ചികിത്സ കിട്ടാത്ത രീതിയിൽ പൊങ്ങിപ്പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എവിടേക്ക് എത്തിപ്പോയേനെ അല്ലേ? ഇതാരും അറിയാതെ 6 വർഷമായി എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇന്നാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത്. അപ്പം ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല, അധികാരികളിലേക്ക് എത്തുന്നില്ല. ഇതെല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക, ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഛേദമില്ലാത്തൊരു ഉപകാരമാണ് അല്ലേ? അവർ പറയുന്നുണ്ട് ഒരുപാട് അവരതിൻ്റെ പിന്നാലെ നടന്നു, എന്നിട്ടും അവർക്ക് അതിനൊരു പ്രതിവിധി കിട്ടി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പം അവർ പറയുന്നുണ്ട് ഇത് കൊറോണ പോലെ വ്യാപിക്കുക, 1-ൽ കൂടുതൽ ആളുകൾക്ക് വന്നാലാണോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരികയാണ്. ആ അമ്മ കരളലിയിക്കുന്ന വേദനയോട് കൂടിയിട്ടാണ് അമ്മ പറയുന്നത് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പം എത്ര ദാരുണമായിരിക്കും അത്? അധികാരികളുടെ മുമ്പിൽ ഇത് എത്തിക്കൊണ്ട് അവരാവശ്യപ്പെടുന്ന അവർക്ക് അനുവദിക്കാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അനുവദിച്ചുകൊണ്ട് അല്ലേ അവരെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത നമ്മുടെ സർക്കാർ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെ രോദനം കണ്ടില്ലെന്ന് നടിക്കുക അല്ലേ? ആരാണ് പിന്നെ അവരെ സഹായിക്കുക? ഇവിടെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേര് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒന്നാണോ ഇത്? ആലോചിച്ചു നോക്കി. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും.
അപ്പം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ അത് നമുക്ക് സംഭവിക്കാം. അപ്പം നാളെ നമുക്ക് വന്നിട്ട് അത് ട്രീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാം എന്നതിനേക്കാൾ നല്ലത് ഇന്ന് എത്തിപ്പെട്ടത് എവിടെയാണോ അവിടെ നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ കഴിയണം. അവരാവശ്യപ്പെടുന്ന പോലെ അല്ലേ, അവർക്ക് ആ കുട്ടീനെ ഇട്ടുകൊണ്ട് ഒരു ജോലിക്ക് പോകാൻ അച്ഛനും അമ്മയ്ക്കും കഴിയുന്നില്ല. അവരുടെ മൂത്ത കുട്ടി ഇളയ കുട്ടി അവരെ രക്ഷിക്കണം. അതിന് പുറമെ ഈ കുട്ടിക്ക് ഒരു തലവേദന വന്നാൽ അല്ലേ മണിക്കൂറുകളോളം ആ കുട്ടി അബോധാവസ്ഥയിലാവുകയാണ് ചെയ്യുന്നത്. ഏതൊരു 4 മണിക്കൂർ അബോധാവസ്ഥ, 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ അബോധാവസ്ഥ വിട്ട് ഉണർന്നില്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരവസ്ഥ. ഇന്ന് ആ കുട്ടിയെ ചികിത്സിക്കുന്നത് പോണ്ടിച്ചേരിയിലാണെന്ന് പറയുന്നു. അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട്. വലിയ വലിയ കഴിവുള്ള ആളുകളൊന്നും അല്ലല്ലോ സാധാരണക്കാർ. അപ്പം അവരെ സഹായിക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ഒരുപാട് ആളുകൾക്ക് സഹായിക്കാൻ കഴിയും. ഈ സഹായഹസ്തം അവർക്ക് കിട്ടാനുള്ള അവസരമെങ്കിലും വേണ്ടേ? അപ്പം ദയവുണ്ടായി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഇതൊരു വിഷയമാക്കി മാറ്റുക. എങ്കിൽ മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു.